മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിജയന് ആശങ്കയില്ല, പക്ഷേ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. വയനാട് ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് മുല്ലപ്പെരിയാർ വിഷയം സജീവ ചർച്ചയാക്കുകയും അതിനുശേഷം അനങ്ങാതിരിക്കുകയും വീണ്ടും അടുത്ത മഴക്കാലം വരെ കാത്തിരിക്കുന്ന ആ പതിവ് ആചാരം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ആശങ്കകൾക്ക് അന്തിമമായ ഒരു പരിഹാരമാണ് ഇനി ഉണ്ടാകേണ്ടുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിനും പിണറായി വിജയനും ഏതാണ്ട് ഒരേ സ്വരമാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയ പ്രസ്താവന. ആ പ്രസ്താവന ഞാനൊന്ന് വായിക്കാം. മുല്ലപ്പെരിയാർ പ്രത്യേക ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനം തുടരും. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾ ഈ പ്രസ്താവന എന്ത് അടിസ്ഥാനത്തിലാണ് നടത്തിയിരിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. താങ്കളുടെ സർക്കാർ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി എന്ത് പഠനമാണ് ഇതുവരെ നടത്തിയത്? ആരാണ് പഠനം നടത്തിയത്? എന്തായിരുന്നു ആ പഠനത്തിന്റെ ഔട്ട്കം? ഇത്രയും ഗുരുതരമായ വിഷയത്തിൽ ഇമാതിരിയുള്ള ചപ്പളാച്ചി മറുപടികൾ പറയുവാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു? 6 ജില്ലകളിലെ 60 ലക്ഷത്തിലധികം ആളുകളുടെ ജീവനെയും സ്വത്തിനെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടത് എത്രയും വേഗം ഒരു കോമ്പിറ്റന്റ് ഏജൻസിയെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ അടിയന്തരമായി പരിശോധിക്കുവാൻ നിയോഗിക്കുക. ഒരു പ്രതിപക്ഷവും അതിനെ എതിർക്കില്ല. അവർ ഒരു സമഗ്ര പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. അതിനുള്ള പരിഹാരവും അവർ നിർദ്ദേശിക്കട്ടെ. അപ്പോൾ ആധികാരികമായ രേഖകൾ വെച്ച് താങ്കൾക്ക് ജനങ്ങളോട് സംസാരിക്കുവാൻ പറ്റും. ജനങ്ങളുടെ ആശങ്ക മാറുകയും ചെയ്യും. അതല്ലേ വേണ്ടുന്നത്? മുല്ലപ്പെരിയാർ ഡാമിന് കുഴപ്പമില്ലെന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത്? നേരം വെളുത്തപ്പോൾ കട്ടനടിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വയം തോന്നിയോ, അതോ മരുമകൻ പറഞ്ഞോ? സർക്കാരിന്റെ നിലപാട് അങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി. താങ്കളുടെ ആ കപട നിലപാട് ജനങ്ങളുടെ ആശങ്ക നീക്കുവാൻ പര്യാപ്തമല്ല എന്ന് ദയവായി മനസ്സിലാക്കുക. എത്രയും വേഗം ഒരു കോമ്പിറ്റന്റ് ഏജൻസിയെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പഠനത്തിന് നിയോഗിക്കുക. ആ റിപ്പോർട്ട് അനുസരിച്ചൊരു പരിഹാരം എത്രയും വേഗം നടപ്പിലാക്കുക എന്നതാണ് സേവ് കേരള മൂവ്മെന്റിന്റെ ആവശ്യം. അതുവരെ ഞങ്ങൾ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. പിണറായി ഭരണം തുടങ്ങിയ അന്ന് മുതൽ ഇവിടെ ദുരന്തങ്ങളുടെ പെരുമഴയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ പരിഹാരത്തിനായി ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. താങ്കൾക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. അതിനെ പറ്റിയ ആളുകൾ അത് ചെയ്ത് കാണിക്കും. ഇനി മുണ്ടക്കയത്ത് നിന്നും പ്രസാദ് ചന്ദ്രൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നത് കേട്ടാലും. ഞാൻ മുണ്ടക്കയത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് പ്രസാദ് ചന്ദ്രൻ. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു സംഭവവാസ്തിയുടെ പ്രതികരണം എന്ന് പറഞ്ഞുള്ളത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സാറിന്റെ പ്രോഗ്രാം നിത്യം കാണുന്ന ഒരാളാണ്. ആദ്യമേ തന്നെ ഷാജൻ സംഗതിയേക്കാളും ശക്തമായ പ്രശ്നങ്ങളോട് വളരെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രതികരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് താങ്കൾ എന്നുള്ളത് ഞാൻ ആദ്യമേ എന്ന് പറയട്ടെ, ഒരു അഭിനന്ദനമായിട്ട് കരുതുന്നു. 80 കാലഘട്ടങ്ങളിൽ സാർ വണ്ടിപ്പെരിയാർ ജോലി ചെയ്യുകയാണ്. വണ്ടിപ്പെരിയാറിൽ കേന്ദ്ര ഗവൺമെന്റ് സർവീസ് ജോലിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി മുണ്ടക്കയത്ത് ഞാൻ വണ്ടിപ്പെരിയാറിൽ പോയി കാണാറുണ്ട്. അന്ന് മുണ്ടക്കയത്ത് വണ്ടിപ്പെരിയാർ എത്തുക എന്ന് പറഞ്ഞാൽ 3-3.5 മണിക്കൂർ യാത്രയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ടൗണിൽ ഒരാളോട് ചോദിച്ചു, തേക്കടി ഇറക്കപ്പെടാ, ഇത് പോകില്ല മോനെ, ബസ്സിന് കയറിപ്പോയാൽ എല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഈ തേക്കടി ബസ്സിന് കയറി ഞാൻ അണക്കെട്ടിലെത്തി. അണക്കെട്ടിലെപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഞാനൊരു 16-17 വയസ്സുള്ള സമയമാണ്. ബോട്ടിംഗ് കൊണ്ടെന്ന് പറഞ്ഞ് ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തു. ബോട്ടിൽ കയറി 2.5 മണിക്കൂറാണ് ബോട്ടിങ്. 2.5 മണിക്കൂർ. ഡാമിൽ ചെല്ലാം. ഡാമിലും ബേഡി ഡാമിലും അക്കരെ ഇക്കരെ കയറി ഇറങ്ങി നടക്കുക. ഏകദേശം 1 മണിക്കൂറിന് ശേഷം അവർ പോരും. അവർ ചെല്ലുമ്പോൾ പറയും. അപ്പൊ അങ്ങനെ ഞാൻ ഈ 78, 79, 80 കാലഘട്ടത്തിൽ 3-4 തവണ അച്ഛനെ പറ്റിച്ചാണ്. അച്ഛൻ ഓഫീസിലോട്ട് പോകും. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ബസ്സിന് കയറി പോകും. അങ്ങനെ ആദ്യ തവണ പോയപ്പോഴാണ് എനിക്ക് ഈ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബേബി ഡാമിലും പ്രധാന ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും അക്കരെ ഇക്കരെ കയറി ഇറങ്ങി നടന്ന് കാണാൻ ഭാഗ്യം ഉണ്ടായ ഒരു വ്യക്തിയാണ്. ഭാഗ്യമോ നിർഭാഗ്യം ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഡാമിന്റെ പരിസരത്തോട് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തോടി വന്ന് ബോട്ട് അന്ന് കറക്കി പോവുകയാണ്. ബോട്ടിൽ ഡാമിൽ ഇറങ്ങാനോ ഡാം സ്റ്റേറ്റ് കാണാനോ ഈ ബേബി ഡാമോ പ്രധാന ഡാമോ ഒന്നും കയറി ഇറങ്ങി നടക്കാനോ ഒന്നും ഇപ്പൊ അനുവദിക്കുന്നില്ല യാത്രക്കാരെ, നമ്മൾ സന്ദർശകരെ. അപ്പം അന്ന് ഞാൻ ഈ ഡാം പ്രധാനപ്പെട്ട ഡാമിലൂടെ കയറി അതിന്റെ മറുവശത്ത്, അതായത് ഡാമിന്റെ താഴെ ഇറങ്ങി ചെല്ലാൻ ഒരു ഗോവണിയുണ്ട്. അല്ലാതെ തന്നെ വേറെ ഇറങ്ങിപ്പോയ വഴിയുണ്ട്. അതുവഴി താഴോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ 2, 3, 4 ഫർലോഗ് കാലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ 2 ശ്മശാനങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ പോയി കണ്ട ആളാണ്. അന്നത്തെ എന്റെ മനസ്സിൽ ഓർമ്മ ഈ ചില പള്ളികളിലെ ശ്മശാനങ്ങളിൽ ചെന്ന് കാണുമ്പോൾ ഈ വെള്ളക്കുരിശുകളും വെള്ള കുഴിമാടങ്ങളും കാണുന്നത് പോലെ ഈ സുർക്കി മുഴുവൻ ഒഴുകി പോയിട്ട് താഴോട്ടുള്ള വെള്ളാരം കല്ലുകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ
ചൂരൽമലയെ കണ്ടതുപോലുള്ള വലിയ ഉള്ളംകല്ലുകളെല്ലാം വെളുത്താണ് ഇരിക്കുന്നത്. വെളുത്താണ് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വെളുത്തിരിക്കുന്നതാണ്. ഒരു ശ്മശാന സമാനമായ ദൃശ്യമാണ് താഴോട്ടുള്ളത്. അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ ഇറങ്ങിയിട്ടൊരു ഗോവണിയുണ്ട്, അതിലെ നടന്നിറങ്ങാൻ സ്റ്റെപ്പും പകുതി ഗോവണിയുള്ള താഴോട്ട് ഇറങ്ങിക്കല്ല. ഇത് 79-80 വിളിക്കുക. എനിക്കിപ്പോ 60 വയസ്സാണ്. 79-80 ഞാൻ കണ്ട കൃത്യമാവുന്നതാണ്. ഇന്നിപ്പോ എന്റെ വീടിനടുത്തുള്ള എരുമേലിക്കടുത്ത് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്കുള്ള പേരൂത്തോട്ടിൽ ഒഴുകുന്ന അത്രയും വെള്ളം, അല്ലെന്നുണ്ടെങ്കിൽ കാഞ്ഞിരപ്പുഴ ടൗണിലൂടെ കടന്നു പോകുന്ന ചിറ്റാർപ്പുഴയിൽ ഒഴുകുന്ന അത്രയും വെള്ളം അന്ന് ചോർന്നൊഴുകുകയാണ്. ഈ ഡാമിൽ നിന്ന് അന്ന് ചോർന്നൊഴുകുകയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അയാളുടെ പേരിന്റെ മുഴുവൻ ഭാഗം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ മുല്ലപ്പെരിയാർ ചോർച്ച പുറത്തു കൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം എന്റെ അച്ഛൻ അവിടെ ജോലി ചെയ്യുന്ന എനിക്ക് വളരെ ഭയമായിരുന്നു. കാരണം ആ വാർത്തകളും ഞാനത് നേരിട്ട് എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ് അന്നത്തെ ചോർച്ച ഡാമിന്റെ. അപ്പം അതിനുശേഷം അവിടെ എത്ര ബലപ്പെടുത്തൽ നടത്തിയാൽ പോലും ആ ഡാം സേഫ് അല്ല. ഇപ്പൊ ഇത് പറയാനുള്ള കാരണം 5 കോടി രൂപയാണ് ചൂരൽമലയുടെ ദുരിതാശ്വാസം നൽകി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെന്റിന് ഈ പറയുന്ന ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയുടെ കമ്മിറ്റഡ്. അതായത് തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കി കൊടുക്കുന്നതിന്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഇവർ കോയമ്പത്തൂർ പരാജയ സാധ്യത മണത്ത സീറ്റ് പോലും ഒഴിവാക്കിക്കൊണ്ട് DMKയ്ക്ക് പ്രാധാന്യമുള്ള DMKയ്ക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തമിഴ്നാട്ടിൽ 2 ലോക്സഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് അവിടെ 2 CPM 2 MP വിജയിപ്പിച്ചെടുത്ത സ്റ്റാലിനാണ് ഈ 5 കോടി രൂപ സംഭാവന ചെയ്തിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും തമിഴ്നാടിനോട് വിലപേശാനോ നമ്മുടെ സംസ്ഥാനത്തിന് ന്യായമായ അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കാനോ ഉള്ള ധാർമ്മികമായ ഒരു അവകാശം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഈ ഇരട്ടച്ചങ്കൻ നമ്മുടെ സംസ്ഥാനത്തെ പണയം വെച്ചിരിക്കുകയാണ് സ്റ്റാലിന്റെ തമിഴ്നാടിന്റെ മുമ്പിൽ. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മുമ്പും കണ്ടിട്ടുള്ളതാണ്. CPM ചിഹ്നം നഷ്ടപ്രകാരിക്കാനും CPM പാർട്ടിയുടെ ശേഷി പദവി പോകാതിരിക്കാനും ഒക്കെ വേണ്ടി നമ്മളല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം വേറെ ഒരു ചിഹ്നത്തിലേക്ക് പോകേണ്ടതായിട്ടും ഒക്കെ വരുമെന്ന് AK ബാലൻ പറഞ്ഞത് ഈ ശ്രമത്തിൽ നമ്മൾ പരിഗണം. കോയമ്പത്തൂർ സീറ്റിൽ നിന്നും ജയിക്കാൻ സാധ്യതയുള്ള 2 സീറ്റുകൾ കൊടുത്ത് ഈ ഗവൺമെന്റിനെയും തമിഴ്നാടിന്റെ പഴയ കാലം മുതൽ കരുണാകരന്റെ MGRന്റെയും ജയലളിതയുടെയും കാലം മുതൽ അനുവർത്തിച്ചു വരുന്ന ഈ കുപ്പി തുറക്കുന്ന തന്ത്രം ഈ പിണറായി വിജയന്റെ നെഞ്ചത്തും അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. താങ്കളുടെ സംബന്ധിച്ചുള്ള എല്ലാ ശ്രമങ്ങൾക്കും എന്റെ കലവറയില്ലാത്ത പിന്തുണ ഞാൻ എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ ചോർച്ചയുടെ ഭീകരത മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്റെ ഒരു അനുഭവം എന്നല്ല, ഞാൻ ബന്ധുക്കാരൻ സാക്ഷ്യം പറയുന്നത് പോലെ നേരിട്ട് ആ ചോർച്ച എത്ര ഗുരുതരമാണെന്നുള്ളത് നേരിട്ട് കണ്ട് ഒന്നല്ല 78-നും 80-നും ഇടയ്ക്ക് 4 തവണയെങ്കിലും തേക്കൽ ഡാമിൽ ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ഡാമിൽ കയറി ഇറങ്ങി അതിന്റെ താഴ്വാരങ്ങളിലേക്കുമ്പോൾ ഒരു പൂന്തോട്ടമുണ്ട്, അതിന്റെ താഴെ 2 ശ്മശാനങ്ങളുണ്ട്. ഇതുകൂടാതെ എന്റെ അച്ഛൻ മഞ്ജുമല എസ്റ്റേറ്റുകാരുടെ അവര് പ്രൊവൈഡ് ചെയ്യുന്ന പുഴയുടെ തീരത്തുള്ള വണ്ടിപ്പെരിയാർ ടൗണിന്റെ തീരത്തുള്ള മഞ്ജുമല എസ്റ്റേറ്റുകാരുടെ ക്വാർട്ടേഴ്സിലാണ് എന്റെ അച്ഛൻ ഔദ്യോഗികമായിട്ട് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് വള്ളക്കടവ് വഴി ഞാൻ ഈ ഡാമിലേക്ക് അച്ഛനൊക്കെ അച്ഛനും അച്ഛന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പോലീസിലുള്ള ആൾക്കാരും അതുപോലെ എസ്റ്റേറ്റ് മാനേജർമാരും ഉൾപ്പെടെയുള്ള വേട്ടയ്ക്ക് പോകുന്ന പകലാണ് പോകുന്നത്. പകലും സന്ധ്യമായ സമയത്ത് വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ഇതേ വള്ളക്കടവ് വഴി വണ്ടിപ്പെരിയാർ ഡാമിന്റെ തേക്കടി ഡാമിന്റെ അടിവശത്ത് പോകാൻ അന്നത്തെ പ്രായത്തിൽ എന്റെ 17 വയസ്സിലെ 18 വയസ്സിലെ പോകാൻ ആ സ്ഥലങ്ങൾ കാണാനും അവസരം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത് വളരെ അപകടകരമാണ്. നമ്മളുടെ സംസ്ഥാനത്തിന്റെ എല്ലാ സുരക്ഷയും തകടം മറിക്കുന്ന ഒരു നിലപാടാണ് തമിഴ്നാട് സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാടിനോട് വിലപേശാനോ അവൻ സംസ്ഥാനത്തിന്റെ ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ പറ്റിയല്ലാത്ത രീതിയിൽ ഗവൺമെന്റും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നൽകിയ CPM സ്റ്റാൻഡിന് വിധേയമായിരിക്കുകയാണ്. ഈ സത്യങ്ങളൊക്കെ തങ്ങളുടെ ചാനലിലൂടെ തുറന്നു പറയണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ വിളിച്ചത്. 6 വയസ്സ് 7 വയസ്സുള്ള സമയത്ത് എന്റെ ഫാദർ 67-69 കാലഘട്ടങ്ങളിൽ പുൽപ്പള്ളിയിൽ നക്സൽബാരി ഉണ്ടാകുന്ന സമയത്ത് 67 വയനാട്ടിൽ ജോലി ചെയ്ത വ്യക്തിയാണ് എന്റെ ഫാദർ. അതിനുശേഷം അദ്ദേഹം വീണ്ടും വണ്ടിപ്പെരിയാറിൽ പിന്നീട് എന്റെ ഒരു കൗമാരകാലം അല്ലെന്നുണ്ടെങ്കിൽ എന്റെ യൗവനത്തിലേക്ക് കിടക്കുന്ന കാലത്ത് പെരിയാർ ജോലി ചെയ്യുന്നത്. അന്നത്തെ പെരിയാറിനെ കുറിച്ച് വത്സല ഒരു നോവൽ എഴുതിയതുകൊണ്ട് നെല്ലെന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയുകൊണ്ട് പോനെ ഞാൻ എഴുതുന്നില്ല എന്ന് എന്റെ അച്ഛന്റെ ജീവിതചരിത്രക്കുറിപ്പിൽ എഴുതി വെച്ചിട്ട് എന്റെ കയ്യിലുണ്ട്. ആദിവാസി ജീവിതം വളരെ അടുത്ത് നിന്ന് കണ്ട് വയനാടിന്റെ എല്ലാ ആദിവാസി സമൂഹത്തിന്റെ ആ പ്രകൃതി ഭംഗിയും മുഴുവൻ കണ്ട് ആ വയനാടിന്റെ സൗന്ദര്യവും ഭൂമിശാസ്ത്രം മുഴുവൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ മകൻ എന്ന നിലയ്ക്ക് എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഈ ചൂരൽമലയിലും ഈ പറയുന്ന പുഞ്ചിരിമട്ടത്തും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ വെളിച്ചത്തിലാണ് ഈ അപകട സാധ്യതയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാതിരിക്കുന്നത് അടുത്ത തലമുറയോട് ഞാൻ ചെയ്ത വലിയൊരു വഞ്ചനയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ സർവീസിൽ നിന്ന് വെളിയിൽ റിട്ടയർ ചെയ്ത് നയിക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല.
അതിന് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഒരു മാധ്യമം താങ്കളുടെ മാധ്യമമാണ്. ഈ സമകാലീന പ്രശ്നങ്ങളോട് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും കൃത്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന എനിക്ക് താങ്കളുടെ ചാനലിനോട് ഞാൻ എപ്പോഴും എനിക്ക് താങ്കളുടെ ചാനലിനോട് വളരെ നന്ദിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വൈകിയ വേളയിൽ ഈ സമയത്ത് താങ്കളോട് സംസാരിക്കുന്നത്. അവസാനമായി മിസ്റ്റർ പിണറായി വിജയനോടാണ്. ഇതൊക്കെ കണ്ട് താങ്കളുടെ PS എന്ന് പറഞ്ഞിരിക്കുന്ന 10 ഗുസ്തിയും കഴിഞ്ഞിരിക്കുന്ന ഉറിയേത് ഊഞ്ഞാലെന്നറിയാൻ മേലാത്ത മോൻമാർ സഹാവേ, ഇവനെതിരെ ഒരു കലാപഹോരത്തിന് ഒരു കേസങ്ങ് ചാമ്പട്ടെ, നമ്മുടെ ശിവരഞ്ജന്മാർ പോയി അവനെ തൂക്കിക്കൊള്ളും എന്ന് പറയും. IPCയും ഭാരതീയ ന്യായസംഹിതയും ഒക്കെ അന്തംകമ്മികളുടെ ചൊറിച്ചിൽ മാറ്റുവാൻ ഉള്ളതല്ലെന്ന് മാത്രം മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.